അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയ ബീഫ് 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഒരു 5 സവാള നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 തക്കാളിയും അതേപോലെ ഒരു 15 പച്ചമുളകും കൂടിയിട്ട്, പച്ചമുളക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ഗരം മസാല എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. ഏലക്കായി എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി വന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിന ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണ്ട, ബീഫായതുകൊണ്ട് നെയ്യൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 9 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റൈസിനായിട്ട് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്ക, കറുകപ്പട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഇത് അധികം വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി അധികം വാടി കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് 1.5 കിലോ അരി കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെള്ളം വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർത്ത് വെച്ചിട്ട് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 4 കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അരി. ഇതൊരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ സൺഫ്ലവർ ഓയിലിൽ ഇട്ടിട്ടേ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി ഇതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ച് വെക്കാം കേട്ടോ. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയിട്ട് നീരൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇതൊന്ന് നീരൊന്ന് വറ്റിച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ ബിരിയാണി ദം ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ല, ഇങ്ങനെ വറുത്തെടുത്തുകൊണ്ടാണ് റൈസ് ഇങ്ങനെ വിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് തമ്മിൽ ഒട്ടി പിടിക്കാതെ. ഇനി ദമ്മ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ ഇതിൻ്റെ മുകളിൽ, മസാലയുടെ മുകളിൽ ദമ്മ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിങ്ങാണ്ട് ഇതേപോലെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബിരിയാണീൻ്റെ മുകളിലായിട്ട് മല്ലിച്ചപ്പ്, കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ബീഫ് ദം ബിരിയാണി. ഗായ്സ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഗായ്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. അപ്പോൾ ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി നോക്ക്, തീർച്ചയായിട്ടും അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എന്തായാലും
ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടില്ല എന്ന് പറയുന്നവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഓക്കെ ബായ്, വീണ്ടും കാണാം കേട്ടോ.